കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട വർഷം 2023 അങ്ങനെയാകും കാലം വിശേഷിപ്പിക്കുക. കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ അതിക്രമത്തിന് ഇരയായ നാട്. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒട്ടനവധി കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ 3-ാം സ്ഥാനത്താണ് കേരളം. അതിൽ അതിക്രമങ്ങൾ കൂടുതലും അരങ്ങേറുന്നത് വീടുകളിലാണ്. അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുന്ന മക്കളുടെയും കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന മാതാപിതാക്കളുടെയും നാടായി കേരളം മാറുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിനും അറുതിയില്ലാതായിരിക്കുന്നു. ഭർതൃഗൃഹത്തിൽ വേട്ടയാടപ്പെടുന്ന യുവതികളുടെ നിലവിളി ശബ്ദങ്ങൾ ഉയരുന്നു. സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാനോ സ്വന്തം വീട്ടിൽ കഴിയാനോ ഭയം തോന്നുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് 2023 കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട വർഷമായി വിലയിരുത്തുന്നത്. സ്വാഗതം. കുട്ടികൾ മുൻപെങ്ങുമില്ലാത്ത വിധം അരക്ഷിതരാണ്. സ്വന്തം വീടിൻ്റെ പരിസരത്ത് പോലും കഴുകനെ പോലെ റാഞ്ചാൻ നോക്കിയിരിക്കുന്ന തട്ടിക്കൊണ്ടുപോകൽ സംഘങ്ങൾ. കൊല്ലം ഓയൂരിലെ അബിഗേൽ എന്ന 6 വയസ്സുകാരിയുടെ കുടുംബത്തിൻ്റെ വേദനയും ആശങ്കയും ഒരു നാട് മുഴുവൻ ഏറ്റെടുത്ത നാളുകളാണ് കടന്നുപോയത്. കേരളത്തെ ഒരു ദിവസം മുഴുവൻ മുൾമുനയിൽ നിർത്തിയതിനു ശേഷമാണ് ആ കുരുന്നിനെ തട്ടിക്കൊണ്ടുപോയവർ തന്നെ മോചിപ്പിച്ചത്. പ്രതി പത്മകുമാർ ഭാര്യയെയും മകളെയും കൂട്ടി ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ട്. പോലീസിൻ്റെ കണ്ടെത്തലുകളിൽ പോലും സംശയങ്ങൾ പലതുമുണ്ട്. ഓയൂരിലെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടിയെങ്കിലും മക്കളെ പുറത്തിറക്കാൻ പോലും മാതാപിതാക്കൾ ഭയപ്പെടുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. ശിഥിലമായ കുടുംബാന്തരീക്ഷം മൂലം വീടുകളിൽ നിന്ന് മാതാപിതാക്കളോട് പിണങ്ങിയിറങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേരളത്തിൽ. 5 വർഷത്തിനിടെ 600ഓളം കുട്ടികളെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് കാണാതായതായാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള കണക്കുകൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും നവംബർ 27-നുണ്ടായ ഒരു തിരോധാനം അത് കേരളത്തിൻ്റെ ആകെ ആശങ്കയായി മാറി. കൊല്ലം ഓയൂരിലെ ഒരു സാധാരണ ഗ്രാമം, ആ ഗ്രാമത്തിലെ 6 വയസ്സുകാരി എന്ന അബിഗേൽ സാറാ റെജിയുടെ പേര്, ആ പേരും പുഞ്ചിരിക്കുന്ന മുഖവും അത് കഴിഞ്ഞ നവംബർ 27-ന് രാത്രി കേരളത്തിന് മുഴുവൻ നൊമ്പരമായി മാറി. സഹോദരനൊപ്പം ട്യൂഷന് പോകുന്നതിനിടയിൽ വാഹനത്തിലെത്തിയ 4-അംഗ സംഘം 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത പെട്ടെന്നാണ് കത്തിപ്പടർന്നത്. പിന്നെ വാർത്താമാധ്യമങ്ങളാകെ കൊല്ലം ഓയൂരിൽ. എവിടേക്കാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്? എന്തിനു വേണ്ടിയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയായിരുന്നു അന്വേഷണ സംഘത്തിനൊപ്പം മാധ്യമങ്ങളും. പക്ഷേ കൃത്യമായ ഉത്തരം എങ്ങു നിന്നും കിട്ടിയില്ല. മാത്രവുമല്ല, അഭ്യൂഹങ്ങൾ ഏറെ പ്രചരിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ നിതാന്തമായ ജാഗ്രത. കുട്ടിയുടെ ചിത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു തുടങ്ങി. പോലീസും ജനങ്ങളും ഒരുപോലെ രാത്രി പകലാക്കിക്കൊണ്ട് 6 വയസ്സുകാരിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിനും ഭാര്യയ്ക്കും മകൾ അനുപമയ്ക്കും ചേർന്ന് കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. പിറ്റേ ദിവസം വൈകുന്നേരം കൊല്ലം ആശ്രമം മൈതാനത്ത്. പണമുണ്ടാക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ കടം വീട്ടുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി വിലപേശുക എന്നാണ് അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യലിൽ പത്മകുമാറും കുടുംബാംഗങ്ങളും വെളിപ്പെടുത്തിയത്. പക്ഷേ ഈ കഥ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പ്രബുദ്ധരായ മലയാളികൾ തയ്യാറായില്ല. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന വിശ്വാസത്തിലാണ് കേരളമാകെ ഇപ്പോഴും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അടക്കം സമൂഹത്തോട് വെളിപ്പെടുത്തിയത്. എന്തായാലും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വീണ്ടും സജീവമാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതായി മാറുകയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഓരോ 8 മിനിറ്റിലും ഒരു കുഞ്ഞിനെ വീതം കാണാതാകുന്നു എന്നാണ് രേഖകൾ. ഒരു വർഷത്തിനിടെ 40,000 കുട്ടികളെ കാണാതാകുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കുടുംബാന്തരീക്ഷത്തിലെ ശിഥിലത മൂലം വീട് വിട്ടിറങ്ങുന്നവർക്ക് പുറമെ
പ്രണയബന്ധങ്ങളിൽ കുടുങ്ങി വീടുപേക്ഷിക്കുന്നവരും കൂട്ടുകാർക്കൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും അതിനൊക്കെ അപ്പുറത്തേക്ക് ഭിക്ഷാടന മാഫിയ അടക്കം തട്ടിക്കൊണ്ടു പോകുന്നവരും ഒക്കെയുണ്ട് തിരോധാനത്തിൽ ഉൾപ്പെട്ട കുട്ടികളുടെ കൂട്ടത്തിൽ. കേരളത്തിൽ ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായത് 2005 മെയ് 18 ആലപ്പുഴയിൽ കളിസ്ഥലത്ത് കളിച്ചുകൊണ്ടിരുന്ന രാഹുൽ എന്ന 7 വയസ്സുകാരനെ കളിസ്ഥലത്ത് നിന്ന് കാണാതായതിന് പിന്നാലെയാണ്. വർഷം ഇത്ര പിന്നിട്ടിട്ടും രാഹുൽ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. പോലീസിൻ്റെ അന്വേഷണം പിന്നീട് CBI ഏറ്റെടുത്തു. 2013 യാതൊരു തുമ്പും കിട്ടാതെ CBI അന്വേഷണം അവസാനിപ്പിച്ചതോടെ കുടുംബാംഗങ്ങൾ കോടതിയെ സമീപിച്ചു. 2015 വീണ്ടും CBI തന്നെ തുടരന്വേഷണം നടത്തി. ആ തുടരന്വേഷണത്തിലും രാഹുൽ എന്ന 7 വയസ്സുകാരൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായില്ല. ഒടുവിൽ അന്വേഷണത്തിന് തിരശ്ശീല വീഴുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. പിന്നീട് 2018 മാർച്ച് 20 പത്തനംതിട്ടയിലെ എരുമേലിയിൽ നിന്നും ജസ്ന മരിയ ജെയിംസ് എന്ന വിദ്യാർത്ഥിനിയെ കാണാതായതുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്പോഴും കേരളത്തിലെ അമ്മമാരുടെ ഹൃദയങ്ങളെ ഒരുപോലെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ജസ്ന എന്നതിനെക്കുറിച്ച് വിവിധ അഭ്യൂഹങ്ങൾ പറഞ്ഞു. പോലീസും ക്രൈംബ്രാഞ്ചുമൊക്കെ അന്വേഷണം നടത്തി. പക്ഷേ ജസ്ന എവിടെയാണെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം ഇത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിനുള്ള ജാഗ്രതയും ഏറി വരികയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന കൃത്യമായ ഇടപെടലുകളിലൂടെ തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ വിദൂരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്നടക്കം തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതികളായിരിക്കും വിഷയത്തിൽ കൃത്യമായ പരിഹാരത്തിലേക്ക് നയിക്കുക എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. രാജ്യത്താകമാനം ഭിക്ഷാടന മാഫിയയും അതോടൊപ്പം മനുഷ്യക്കടത്ത് സംഘങ്ങളും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സജീവമായ ഇടപെടലുകൾ നടത്തുമ്പോൾ നിതാന്തമായ ജാഗ്രത മാത്രമാണ് ഈ വലിയ വിപത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ, നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകളെ രക്ഷപ്പെടുത്താനുള്ള ഏകമാർഗം. ആലുവയിലെ 5 വയസ്സുകാരി മുതൽ ഏറ്റവും ഒടുവിൽ പാലക്കാട് നടുപ്പുണയിൽ ക്രൂരപീഡനത്തിനിരയായ 3 വയസ്സുകാരി വരെയും 2023 വേദനയാണ്. 5 വയസ്സുകാരിയെ ക്രൂരപീഡനത്തിനിരയാക്കി കൊന്തള്ളിയ സംഭവത്തിൽ കുറ്റവാളി അസഫ കാലത്തിന് തൂക്കുകയർ വിധിച്ചെങ്കിലും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നതാണ് കണക്ക്. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ലൈംഗിക പീഡനത്തിന് ഇരയായത് 9604 കുട്ടികളാണ്. 200-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മുടെ നിയമ സംവിധാനം ശക്തമാണെന്ന് വീമ്പ് പറയുമ്പോഴും വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് നീതി ലഭിച്ചുവോ എന്ന ചോദ്യം അവശേഷിപ്പിച്ച് തന്നെയാണ് 2023 പടിയിറക്കം. സാക്ഷരതയ്ക്കും ആരോഗ്യ പരിപാലനത്തിനുമൊക്കെ ഏറെ മുമ്പിലുള്ള സംസ്ഥാനമാണ് നമ്മളുടേത്. എന്നാൽ അതേപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യത്തിലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന കാര്യത്തിലും കേരളം ഏറെ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. 2023 നവംബർ വരെ മാത്രം 4274 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേറെയും മലപ്പുറം ജില്ലയിലാണ്. പോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ കേസുകൾ കൂടുകയാണ് എന്നതും വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. കൂടുതലും കുട്ടികൾ പീഡനത്തിനിരയായിട്ടുള്ളത് വീടുകളിലാണ്. ഏറെയും പീഡിപ്പിക്കപ്പെട്ടത് വീടുകളിലാണ്. അതുപോലെ സ്കൂളുകൾ, മതപാഠശാലകൾ, വാഹനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ട കേസുകൾ നിരവധിയാണ്. ഇത്തരത്തിൽ നിരവധി പീഡന കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കേസുണ്ടായത് കഴിഞ്ഞ ജൂലൈയിൽ ആലുവയിലായിരുന്നു. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളി ദമ്പതിമാരുടെ 5 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയി ആലുവ മാർക്കറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു. ആ കേസിലെ പ്രതി അസ്വാകാലത്തിന് ഈ നവംബറിലാണ് കോടതി വധശിക്ഷ വിധിച്ചത്. വലിയ ഒരു ശിക്ഷ തന്നെ ആ പ്രതിക്ക് കിട്ടി. അതേപോലെ ആലുവയിൽ തന്നെ മറ്റൊരു നടക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. സെപ്റ്റംബറിൽ അവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ദമ്പതിമാരുടെ കുട്ടിയായ 8 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ആ കേസിൽ പിടിയിലായത് തിരുവനന്തപുരം ചെങ്കൽ സ്വദേശിയായ ക്രിസ്റ്റൽ രാജ് എന്നയാളാണ്.
പാലക്കാട് നടുപ്പുണിയിൽ അച്ഛനമ്മമാരോടൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു 3 വയസ്സുകാരി എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 77-കാരൻ അടുത്തിടെ പിടിയിലായിരുന്നു. വർക്കലയിൽ നിന്ന് സമാനമായ ഒരു കേസുണ്ടായി. അവിടെ 4ഉം 7ഉം വയസ്സ് വീതമുള്ള 2 സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായത് 88 വയസ്സുള്ള വാസുദേവൻ എന്ന ആളാണ്. അതുപോലെ മലപ്പുറത്താണെങ്കിൽ സ്കൂൾ കലോത്സവത്തിനിടയിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത ഒരു ബിജു എന്ന അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് തന്നെ കരളായിലെ ഒരു സ്കൂളിൽ നൌഷർ ഖാൻ എന്ന അധ്യാപകനെതിരെ പരാതി നൽകിയത് സ്കൂളിലെ 16 പെൺകുട്ടികളാണ്. പീഡന പരാതി നൽകിയത് 16 പെൺകുട്ടികളാണ്. ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഒരു സംഭവം ശബരിമലയിൽ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്തു. ശബരിമല സന്നിധാനത്ത് വെച്ച് 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായി. മലപ്പുറത്തു നിന്നും ശബരിമലയിൽ പോയ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ആ തീർത്ഥാടക സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന 62 വയസ്സുള്ള സുബ്രഹ്മണ്യൻ എന്ന ആളാണ്. ഈ പ്രതിയെയും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി കേസുകൾ അനുദിനം പോക്സോ കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഏറ്റവും ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ പോക്സോ കേസുകളിൽ നല്ല കടുത്ത ശിക്ഷ തന്നെ പല കേസുകളിലും, മിക്ക പോക്സോ കേസുകളിലും കടുത്ത ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുന്നു എന്നത് വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. സമൂഹത്തിനാകെ ഒരു ആശ്വാസം പകരുന്ന കാര്യമാണത്. ഇതിന് ഏറ്റവും വലിയൊരു അപവാദം പക്ഷേ ഉണ്ടായത് വണ്ടിപ്പെരിയാർ കേസിലാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നു കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിടുകയായിരുന്നു. ആ വിധിക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉണ്ടായി. പോലീസ് അറസ്റ്റ് ചെയ്ത ആളല്ല യഥാർത്ഥ പ്രതിയെങ്കിൽ പിന്നെ മറ്റാരാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. മറ്റൊരു കാര്യം, നിയമശക്തമായപ്പോൾ തന്നെ വ്യാജ പോക്സോ കേസുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്നതാണ്. പലരും നിയമം ദുരുപയോഗം ചെയ്ത് വ്യാജ കേസുകൾ നൽകുന്നുണ്ട്. ദാമ്പത്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ പങ്കാളിയെ തോൽപ്പിക്കാൻ വേണ്ടി പലരും കുട്ടികളെ കരുവാക്കുന്നു. ഇടുക്കിയിൽ നിരപരാധിയായ ഒരു ആദിവാസി യുവാവ് 98 ദിവസം ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ കേസിൽ തെറ്റുപറ്റിയത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ്. ഇടുക്കിയിൽ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 19 ദിവസം ജയിൽവാസം അനുഭവിച്ചു. അദ്ദേഹത്തിന് നീതി ലഭിച്ചത് 2023-ലാണ്. കണ്ണൂരിൽ ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായി. ഒരു അധ്യാപകനെ വ്യാജ പോക്സോ കേസിൽ കുടുക്കിയിരുന്നു. ആ സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ മാതാവും അധ്യാപകരുമടക്കം 4 പേർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. കണ്ണൂരിൽ സമീപ ദിവസങ്ങളിലും 2 സംഭവങ്ങളുണ്ടായി. യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ ഭാര്യയ്ക്കും ഭാര്യയുടെ മാതാവിനുമെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. അതിലും ഞെട്ടിക്കുന്നൊരു സംഭവം സമീപകാലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്, ഒരു അധ്യാപകനെ പോക്സോ കേസിൽ 4 വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്ന കേസിൽ കോടതി വെറുതെ വിട്ട അധ്യാപകന്റെ കാലിൽ വീണ് പരാതിക്കാരി ഒരു വിദ്യാർത്ഥിനി മാപ്പ് പറയുന്ന അവസ്ഥയുണ്ടായി. കണ്ണൂരിൽ തന്നെ കോടതി വരാന്തയിൽ വെച്ച് വിദ്യാർത്ഥിനി മാപ്പ് പറഞ്ഞു. മുഴക്കുന്ന് സ്വദേശിയായ ഹസൻ മാസ്റ്റർ എന്നൊരു അധ്യാപകനെയാണ് കോടതി വെറുതെ വിട്ടത്. അദ്ദേഹത്തെ രാഷ്ട്രീയ വിരോധം തീർക്കാനും മറ്റുമായി കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്നാണ് അവസാനം വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ വ്യാജ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. നിയമം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് യഥാർത്ഥ പോക്സോ കേസുകളുടെ ഗൗരവം കുറയ്ക്കാൻ പോലും ഇത് വഴിതെളിക്കും എന്നത് വലിയ ഗൗരവകരമായ ഒരു കാര്യമാണ്. പുതുവർഷത്തിലെങ്കിലും ആളുകൾ ഇത്തരം പ്രവൃത്തികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറുന്നു എന്നതിൻ്റെ പ്രധാന തെളിവാണ് കളമശ്ശേരി സ്ഫോടന കേസ്. മുൻപൊക്കെ കൂട്ടക്കുരുതി നടത്തിയിരുന്നത് തീവ്രവാദികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ വ്യക്തിവിരോധം തീർക്കാൻ പോലും ബോംബ് സ്ഫോടനം നടത്തുന്ന കാഴ്ച. 2023 ഒക്ടോബർ 9-നാണ് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് സ്ഫോടനമുണ്ടായത്. 8 പേർ മരിക്കുകയും 52 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഡൊമിനിക് മാർട്ടിനായിരുന്നു ഏക പ്രതി. യഹോവ സാക്ഷികളുടെ ഇടയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഇപ്പോഴും ദുരൂഹതയുണ്ട്. സമാനമായി കേരളത്തിൻ്റെ മനസ്സിൽ ആളിക്കത്തിയ സംഭവമായിരുന്നു എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ്. ഏപ്രിൽ 2-ന് രാത്രിയായിരുന്നു 2 വയസ്സുകാരി ഉൾപ്പെടെ 3 പേരുടെ ജീവനെടുത്ത സംഭവം. പ്രതി ഷാരൂഖ് സൈഫിയെ പിടികൂടിയെങ്കിലും ഇയാൾ തനിച്ചാണ് കൃത്യം നടത്തിയതെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. കേരളത്തെ ഞെട്ടിച്ച 2 സംഭവങ്ങളായിരുന്നു കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവും എലത്തൂരിലെ ട്രെയിൻ തീവെപ്പും. 2ഉം തീവ്രവാദി ആക്രമണങ്ങൾ. 2ലെയും സമാനത 2ലും ഒരു പ്രതി മാത്രമായിരുന്നു എന്നതാണ്. കൂടുതൽ പ്രതികളിലേക്ക് ചെല്ലാനോ കൂടുതൽ ആളുകൾ ഇതിലുണ്ടായിരുന്നു എന്ന് കണ്ടെത്താനോ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. 2 കേസും വളരെ ദുരൂഹമാണ്. കളമശ്ശേരിയിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കളമശ്ശേരിയിലേത് ഒരാശയത്തിൻ്റെയോ മറ്റു കാര്യങ്ങളുടെ പേരിലായിരുന്നില്ല എന്നതാണ്. വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന പേരിലാണ് ഈ ആക്രമണം നടന്നത്.
ഇവിടെ ഉണ്ടായിരുന്ന ഈ സഭാ വിശ്വാസികളുള്ള എതിർപ്പ് പ്രകടമാക്കുന്നതിന് വേണ്ടിയായിരുന്നു, തൻ്റെ ആശയങ്ങളിൽ തനിക്ക് വന്ന അവരോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രതി ഡൊമിനിക് മാർട്ടിൻ ഈ ബോംബ് സ്ഫോടനം നടത്തിയത്. അതിൽ ഗുരുതരമായി പരിക്കേറ്റവർ ഘട്ടം ഘട്ടമായി പല സമയങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടു. ചികിത്സയിലിരിക്കെയാണ് എല്ലാവരും തന്നെ മരിച്ചത്. മരണം 8 പേരായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം. ഇതിൽ പോലീസ്, അന്വേഷണ ഏജൻസികൾ ഇതെല്ലാം പല വഴിക്ക് അന്വേഷിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക്, ഡൊമിനിക് മാർട്ടിൻ അപ്പുറത്തേക്ക് ഒരു പ്രതിയെ കണ്ടെത്തുന്നതിനോ ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നവർ അവരാരെയും തന്നെ കണ്ടെത്താനായിട്ട് ഇതിൽ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ദേശീയ അന്വേഷണ ഏജൻസികളടക്കം NIA അടക്കമുള്ളവർ ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുകയും ചെയ്തിരുന്നു. പല രീതിയിലുള്ള പരിശോധനകൾ നടന്നു. ഇതെല്ലാം തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇയാൾ സ്വയം നിർമ്മിച്ചെടുത്ത ബോംബ്, ഇതിനു വേണ്ടിയുള്ളൊരു പരിജ്ഞാനം ഇയാൾ എവിടെ നിന്ന് നേടി, അയാൾ എവിടെയെങ്കിലും ഇതിനു മുൻപ് ഏതെങ്കിലും മോഡ്യൂളുകളിൽ പരീക്ഷണം നടത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം നടന്നു. പക്ഷേ അയാൾ എവിടെയും തന്നെ വലിയ രീതിയിലുള്ളൊരു പരീക്ഷണം ഒന്നും നടത്താതെ സ്വന്തം വീടിൻ്റെ ടെറസിലാണ് ഈ ബോംബ് നിർമ്മിച്ചത്. അതിനുശേഷം അത് ഈ പ്രാർത്ഥനാ യോഗം നടക്കുന്ന അവിടെ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നീട് അത് പ്രവർത്തിപ്പിക്കുകയുമായിരുന്നു. വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവർ 8 പേരോളം കൊല്ലപ്പെടുകയും പരിക്കേറ്റവർ അടക്കം 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടായാൽ മറ്റാരെങ്കിലും സഹായം തേടുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നു. ഡൊമിനിക് മാർട്ടിൻ ഇപ്പോൾ റിമാൻഡിൽ, കസ്റ്റഡിയിൽ എല്ലാം തന്നെ വരികയും ചെയ്തു. ഇപ്പോൾ വീണ്ടും അയാൾ വിചാരണ വേളയിലാണ് പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് അന്വേഷണ ഏജൻസികൾക്ക് ഒരാളെ കണ്ടെത്താനായിട്ട് മറ്റാരെങ്കിലും രീതിയിലൊരു സഹായം ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല. ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണം ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴും എല്ലാം തന്നെ എത്തുന്നത്. പല രീതിയിൽ ചോദ്യം ചെയ്യലുണ്ടായി. അയാൾ ഗൾഫിലടക്കം ജോലി തേടി പോവുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ അയാളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. താൻ ഒറ്റയ്ക്ക് ഇത് ആസൂത്രണം ചെയ്തു. അത് പുതിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പ്രസിദ്ധപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് വളരെ പെട്ടെന്ന് ഇതിലേക്ക് പ്രതിയിലേക്കടക്കം പോലീസിന് ചെല്ലാൻ കഴിഞ്ഞത്. നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു. വലിയ രീതിയിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതിനിടെയാണ് പ്രതി താൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലടക്കം ഡൊമിനിക് മാർട്ടിൻ നേരിട്ട് ചെന്നുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. ആ പറച്ചിൽ മാത്രമാണ് ഇപ്പോഴും പോലീസിന് മുന്നിലുള്ളത്. ഇപ്പോഴും പല ചോദ്യങ്ങളും ഇത് സംബന്ധിച്ച് ഉയരുന്നു. വളരെ ദുരൂഹമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നു. കേരളത്തെ ഞെട്ടിച്ച ഒരു ആക്രമണം തന്നെയായിരുന്നു. ഇതിൽ 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിപ്പോഴും ഈ കേസിൻ്റെ കാര്യത്തിലും ഇപ്പോഴും പല ചോദ്യങ്ങളും അവശേഷിക്കുന്നു എന്നതാണ്. എലത്തൂർ തീവെപ്പും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നാണ്. പ്രതി ഷാരൂഖ് സൈഫിയെ പലവട്ടം ചോദ്യം ചെയ്തു. ഇയാളെ പിടികൂടി, പിന്നീട് ചോദ്യം ചെയ്യലുകളടക്കമുണ്ടാകുന്നു. അപ്പോഴും ഇതിനപ്പുറത്തേക്ക് മറ്റൊരാളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ട്രെയിനിനകത്ത് ഇങ്ങനെ ഒരു ആശയപരമായി അയാൾ ചെല്ലുകയും അയാൾ അവിടെ തീവെപ്പ് നടത്തുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തു. ഒരു കുട്ടിയടക്കം 3 പേരാണ് ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതിൻ്റെ അന്വേഷണവും പല ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്നു. ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചോ? അയാൾ മറ്റ് കൂട്ടാളികളുണ്ടായോ? എങ്ങനെ ഈ കേരളത്തിലേക്ക് എത്തുന്നു? ഇവിടെ ഇത് എന്തുകൊണ്ട് നടപ്പാക്കാൻ തീരുമാനിച്ചു? എന്താണ് ഇതിൻ്റെ ഒരു സ്വഭാവം എന്നതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദ്യങ്ങളായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. അതിനും ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ഉത്തരങ്ങൾ തേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇയാളും ഈ രീതിയിൽ തന്നെ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു, അത് ചെയ്തു, കേരളത്തിലേക്ക് വന്നു, ഇത് ഈ തീവെപ്പ് നടത്തുകയും ചെയ്തു. 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പോലീസിനും കഴിഞ്ഞിട്ടില്ല. അത് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോഴും ആ രീതിയിൽ തന്നെ അവശേഷിക്കുന്നു എന്നതാണ്. ചോദ്യങ്ങൾ പലപ്പോഴും ഇപ്പോഴും അത് തുരുത്തുകളായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നു. എന്തായാലും ഈ 2 സംഭവങ്ങളും പോയ വർഷം കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങളാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഒരിക്കലും ഇതൊന്നും നടക്കില്ല എന്ന് വളരെ അന്ധമായി വിശ്വസിച്ച് പോകുന്ന ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിലാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന 2 അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരിടത്ത് സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെടുന്നു, മറ്റൊരിടത്ത് ട്രെയിനിൻ്റെ അകത്തുണ്ടായ തീവെപ്പിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഈ സംഭവങ്ങളായിരുന്നു പോയ വർഷത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവങ്ങളായി നമുക്ക് എടുത്തു കാണുന്നത്. കേരളത്തിലെ സുരക്ഷിതത്വം സംബന്ധിച്ച വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയ 2 കാര്യങ്ങളായിരുന്നു ഇതാണ്.
കേരളത്തിലെ പല വീട്ടകങ്ങളിലും ഇപ്പോൾ ചോരയുടെ ദുർഗന്ധമാണ്. കോവിഡിന് ശേഷം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ് കുടുംബങ്ങളിലും പ്രതിഫലിക്കുന്നത്. ആലുവയിൽ മകളുടെ വായിൽ വിഷമൊഴിച്ച് കൊലപ്പെടുത്തിയ പിതാവ്, മാവേലിക്കരയിൽ മകളെ കൊന്ന ശേഷം ജീവനൊടുക്കിയ യുവാവ്, തിരുവനന്തപുരത്ത് 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മ. ഇതുകൊണ്ടും തീർന്നില്ല. തൃപ്പൂണിത്തുറയിൽ അമ്മയെ വെട്ടിക്കൊന്ന മകനും, തൃശ്ശൂരിൽ മകനെയും കുടുംബത്തെയും തീകൊളുത്തിക്കൊന്ന വയോധികനും, കൊല്ലം പരവൂരിൽ അച്ഛനെ തീകൊളുത്തി കൊലപ്പെടുത്തിയ യുവാവുമൊക്കെ 2023 വെറുക്കപ്പെട്ട ജന്മങ്ങളാണ്. ആലുവയിൽ ഇതരമത വിഭാഗത്തിൽപ്പെട്ട സഹപാഠിയെ പ്രണയിച്ചതിന്റെ പേരിൽ 9ാം ക്ലാസ്സുകാരിയായ മകളെ മർദ്ദിച്ച് നിർബന്ധിച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയ പിതാവിന്റെ വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. കണ്ണൂർ പയ്യന്നൂരിൽ ഭർത്താവ് ഷാജി ഭാര്യ പ്രസന്നയെ വെട്ടിക്കൊലപ്പെടുത്തിയതും പത്തനംതിട്ട കുന്നന്താനത്ത് ഭാര്യ ശ്രീജയെ കുത്തിക്കൊലപ്പെടുത്തി ഭർത്താവ് വേണുക്കുട്ടൻ ജീവനൊടുക്കിയതിനും ഒരേ കാരണം: കുടുംബ പ്രശ്നം. എറണാകുളം ചെമ്പരിക്കയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് രവിയെ പിടികൂടുമ്പോൾ അമിത മദ്യലഹരിയിലായിരുന്നു. ഭാര്യ അനുവിനെ സംശയമായിരുന്നു രവിക്ക്. ഇതിനെ ചൊല്ലി വീട്ടിൽ എന്നും വഴക്കായിരുന്നു. പിന്നാലെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം നോക്കി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആലപ്പുഴ തിരുവമ്പാടിയിൽ 65 വയസ്സുള്ള ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം 75 വയസ്സുള്ള ഭർത്താവ് പൊന്നപ്പൻ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു. കാരണം കുടുംബ വഴക്ക്. ഭാര്യയുടെ ആത്മഹത്യയ്ക്ക് ശേഷം 2ാം വിവാഹത്തിന് മകൾ തടസ്സമാകുമെന്ന് കരുതി 6 വയസ്സുകാരിയായ മകളെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ അച്ഛൻ ശ്രീ മഹേഷ് പിന്നീട് ആത്മഹത്യ ചെയ്തു. കൊല്ലം തേവരക്കരയിൽ 80 വയസ്സുള്ള ഏലിയാമ്മ വർഗീസിനെ മർദ്ദിച്ച ഹയർ സെക്കൻഡറി അധ്യാപികയായ മരുമകൾ മഞ്ജുമോൾ തോമസിന്റെ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം നടുങ്ങിയതാണ്. കൊച്ചി മരടിൽ മാനസിക പ്രശ്നമുള്ള മകൻ 75 വയസ്സുള്ള മാതാവിനെ ഫ്ളാറ്റിനുള്ളിൽ വെച്ച് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിന് കാരണം സ്വിഗ്ഗിയിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്തതിനെ എതിർത്തതിന്. നെടുങ്കണ്ടത്ത് ഭാര്യാപിതാവിനെ മരുമകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് കുടുംബകലഹത്തെ തുടർന്ന്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി സൈനബയെ സുഹൃത്ത് സമദ് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയത് പണത്തിനും സ്വർണത്തിനും വേണ്ടി. എന്തുകൊണ്ടാണ് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കുടുംബ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള കൊലപാതകത്തിൽ കലാശിക്കുന്നത്? ലഹരിയുടെ അമിത ഉപയോഗം പല കുടുംബങ്ങളിലും വില്ലനായി മാറി. പരസ്പരം സ്നേഹമില്ലാത്തതും വിശ്വാസമില്ലാത്തതും പലരെയും ക്രൂരമായ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഭർതൃവീടുകളിൽ ഒട്ടേറെ യുവതികളുടെയും പെൺകുട്ടികളുടെയും കണ്ണീരും ചോരയും വീണ 2023. പ്രണയവും ചതിയും സ്ത്രീധനവുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വർഷം. ഓർക്കാട്ടേരിയിലെ ഷബ്ന മുതൽ തിരുവല്ലത്തെ ഷഹന വരെയും ജീവനൊടുക്കിയത് ഭർതൃവീട്ടിലെ പീഡനത്തിൽ മനംനൊന്താണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയുടെ കാരണവും സ്ത്രീധനമാണ്. 100% സാക്ഷരത നേടിയ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായത് 70ഓളം സ്ത്രീധന പീഡന മരണങ്ങളാണ്. 2024 പ്രവേശിക്കുമ്പോൾ പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന സാമൂഹ്യാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന കാര്യം. സാക്ഷരതയിലും പുരോഗമനത്തിലുമൊക്കെ നമ്പർ 1 എന്ന് മേനി പറയുന്ന അതേ കേരളത്തിലാണ് കഴിഞ്ഞ 1 വർഷത്തിനിടെ ഒത്തിരിയധികം സ്ത്രീധന പീഡനങ്ങളും അതിൻ്റെ പേരിലുണ്ടായ മരണങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങേയറ്റം ലജ്ജയോടുകൂടി കേരളം തലകുനിക്കേണ്ടി വന്ന സാഹചര്യം. ഈ വർഷം സാധാരണഗതിയിൽ വിവാഹശേഷമാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനവും അതിനെ തുടർന്ന് മരണങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അസാധാരണമായി വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ, അതും പ്രണയിച്ച ആൾ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ മാനസികമായി തളർത്തിയതും ഏറ്റവും ഒടുവിൽ അവൾ ആത്മഹത്യയിലേക്ക് പോയതും നമ്മൾ കണ്ടു. അതിവിടെ ഇങ്ങ് തിരുവനന്തപുരത്താണ്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ PG ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത്. അതിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് യുവ ഡോക്ടർ തന്നെ, അതായത് വിദ്യാസമ്പന്നനാണ്. പ്രണയിച്ച കുട്ടിയെ വിവാഹം കഴിക്കാനായി സ്ത്രീധനം ചോദിച്ച ആൾ. മുൻപ് വന്ദനാദാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട ശക്തമായ സമര പോരാട്ടങ്ങൾ നയിച്ച ഡോക്ടർ റുവൈസ് തന്നെ ഇത്തരത്തിൽ ഷഹന എന്ന യുവ PG ഡോക്ടറെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടപ്പോൾ മറുപടിയില്ലാതെ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി. മറ്റൊരു ഷഹന ഉണ്ടാകരുതേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷേ അപ്പോഴും ദിവസങ്ങൾക്കകം നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോഴിക്കോട് സമാനമായ സാഹചര്യത്തിൽ വിവാഹശേഷം ഒരു പെൺകുട്ടി നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു സ്വന്തം വീട്ടിൽ. ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ സഹിതം പുറത്തുവരുന്ന സാഹചര്യവും ഉണ്ടായി. അത്തരത്തിൽ നിരന്തരമായ പീഡനങ്ങൾ നേരിടുമ്പോൾ ഒരുപക്ഷെ ജീവനൊടുക്കുകയല്ലാതെ മറ്റു വഴികളില്ല തങ്ങളുടെ മുന്നിൽ എന്ന് ഓർത്ത് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളെയാണ് നമ്മൾ കണ്ടത്. ഭർതൃവീട്ടിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ വാർത്ത പാലക്കാട് ചാലിശ്ശേരിയിൽ നിന്നും വന്നു. പാലക്കാട് ചാലിശ്ശേരി സ്വദേശി സെബീനയുടെ മരണത്തിലാണ് അപ്പോൾ ബന്ധുക്കൾ ആരോപണവുമായി മുന്നോട്ട് വന്നത്. അവിടെ മാത്രമല്ല, തിരുവനന്തപുരം, കോഴിക്കോട്, ഏറ്റവും ഒടുവിൽ പാലക്കാട്, അതിനുശേഷം വീണ്ടും വയനാട് നായ്ക്കട്ടി സ്വദേശിനി ഷഹാന ബാനുവിൻ്റെ പരാതി നമ്മൾ കേട്ടതാണ്. ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും സ്ത്രീധന പീഡനം നേരിട്ടു എന്ന പരാതിയുമായി ആ യുവതി രംഗത്തെത്തി. അതിനുശേഷം കാസർഗോഡും സമാനമായൊരു സാഹചര്യമുണ്ടായി. അവിടെ ബേഡകത്ത് ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ ബേഡകം സ്വദേശി അസ്കർ അറസ്റ്റിലാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വണ്ടിത്തടത്തും അത്തരത്തിലൊരു വാർത്ത നമ്മൾ കണ്ടു. തിരുവല്ലത്ത് വണ്ടിത്തടത്ത് ഒരു 22-കാരി ആത്മഹത്യ ചെയ്തു. തൻ്റെ കുഞ്ഞിനെ ഭർത്താവ് വന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അതിനെ തുടർന്നാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. നിരന്തരമായി ആ പെൺകുട്ടി ഭർതൃവീട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു. ഭർതൃവീട്ടിൽ മാത്രമല്ല, ഭർതൃവീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നു. അതിനു മുൻപ്, അതായത് ഈ ആത്മഹത്യയ്ക്ക് മുൻപ് ഒരു ആശുപത്രിയിൽ വെച്ച് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭർതൃമാതാവും ഈ പെൺകുട്ടിയുമായി. അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്നും രണ്ടുമല്ല, അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പെൺകുട്ടികൾ ഇത്തരത്തിൽ എന്തുകൊണ്ട് ചൂഷണത്തിന് വിധേയമാകുന്നത്? സ്ത്രീധനം എന്നുള്ള കോൺസെപ്റ്റ് വളരെ മുൻപ്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് എവിടെ നിന്നോ പൊട്ടിമുളച്ച ഒരു കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് ഇന്നും ഈ 2023-ലും ആളുകൾ വിശ്വസിക്കുന്നു. ചില സ്ത്രീകളുടെ വീട്ടുകാരെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിടുമ്പോൾ സ്ത്രീധനം അവരുടെ അഭിമാന പ്രശ്നമായി കാണുന്നു. അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. അവിടെ മാത്രമല്ല, പലയിടങ്ങളിലും പെൺകുട്ടികൾ നിരന്തരമായി സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു? ഈ വിവാഹത്തിന് മുൻപ് പോലും ഷഹന എന്ന പെൺകുട്ടി തീരാ നൊമ്പരമാണ്, യുവ ഡോക്ടറാണ്. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി മാനസികമായി തളർന്നു പോയത്? തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഒരു യുവ ഡോക്ടറുമായി കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയുമായി പ്രണയത്തിലാകുന്നു. അതിനുശേഷം നിരന്തരമായി സ്ത്രീധനത്തിനു വേണ്ടി റുവൈസും കുടുംബവും ആവശ്യപ്പെടുന്നു. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്നറിഞ്ഞിട്ടും പല പെൺകുട്ടികളുടെ വീട്ടുകാർ അത് കൊടുക്കുന്നു. മറുവശത്ത് ഈ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷന്മാർ അത് അവരുടെ അവകാശമായി കണ്ട് ചോദിച്ചു വാങ്ങുന്നു. അത് തെറ്റാണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇനിയും പെൺകുട്ടികളുടെ ജീവൻ പൊലിയും. മറ്റൊന്ന്, നിയമ സംവിധാനങ്ങൾ ശക്തിപ്പെടേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. കാരണം കഴിഞ്ഞ നാളുകളിൽ നമുക്ക് മുന്നിൽ കണ്ട ഒരുപക്ഷെ വിസ്മയ കേസിൽ അങ്ങേയറ്റം നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ പറയും. കാരണം നമ്മുടെ ഭരണ സംവിധാനം കൃത്യമായി അതിലിടപെട്ട് ഏറ്റവും വേഗത്തിൽ വിസ്മയ്ക്ക് നീതി ഉറപ്പാക്കി. ഇനിയും ഈ വർഷം എത്രയേറെ പെൺകുട്ടികൾ, അവർക്ക് നീതി ഉറപ്പാക്കണമെങ്കിൽ നിയമ നടപടികൾ, നിയമ സംവിധാനം ശക്തിപ്പെടണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിനാവശ്യമായ നടപടികൾ കൂടി നമ്മുടെ ഭരണകൂടം എടുക്കണം. ഇനിയും മറ്റൊരു പെൺകുട്ടി സ്ത്രീധനത്തിൻ്റെ പേരിലോ
അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന പീഡനത്തിന്റെ പേരിലോ അവരെ മരണത്തിലേക്കും ആത്മഹത്യയിലേക്കുമൊക്കെ തള്ളിവിടാതിരിക്കണമെങ്കിൽ നാം സമൂഹവും നിയമ സംവിധാനവും ഒരുപോലെ ഇതിനെതിരെ പോരാടേണ്ടതുണ്ട്. ലോൺ ആപ്പുകൾ, AI തട്ടിപ്പ്, ഡീപ് ഫേക്ക് വീഡിയോ. ലോകം സാങ്കേതികമായി വൻ കുതിപ്പ് നടത്തുമ്പോൾ ഓൺലൈൻ തട്ടിപ്പുകാർ പല രൂപത്തിലുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസമനുസരിച്ച് സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ്. കോഴിക്കോട്ടെ AI തട്ടിപ്പ് സൈബർ പോലീസിനെ പോലും വട്ടം കറക്കിയ കേസാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളുടെ ഇരയായി ജീവനൊടുക്കിയ കോഴിക്കോട്ടെ +1 വിദ്യാർത്ഥിയും ലോൺ ആപ്പിൻ്റെ ഭീഷണിയിൽ മനനൊന്ത് ആത്മഹത്യ ചെയ്ത കൊച്ചി കടമക്കുടിയിലെ കുടുംബവും 2023 ഉണങ്ങാത്ത മുറിവാണ്. ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മാതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ വരും വർഷങ്ങളിൽ പതിയിരിക്കുന്ന ചതിയെക്കുറിച്ച് കൂടി നമ്മൾ തിരിച്ചറിയണം. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വീഡിയോ കോൾ തട്ടിപ്പിലൂടെയാണ് കോഴിക്കോട് സ്വദേശിയായ രാധാകൃഷ്ണന് 40,000 രൂപ നഷ്ടമായത്. രാധാകൃഷ്ണന്റെ സുഹൃത്തിന്റെ പേരിലായിരുന്നു വീഡിയോ കോൾ എത്തിയത്. തട്ടിപ്പ് മനസ്സിലായതോടെ രാധാകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുജറാത്ത് സ്വദേശിയായ കൗശൽ ഷായാണ് തട്ടിപ്പിന്റെ ആസൂത്രണമെന്ന് കണ്ടെത്തി. കൗശൽ ഷായുടെ ഗുജറാത്തിലെ അക്കൗണ്ടിലേക്കും പിന്നീട് ഗോവയിലെ കാസിനോവയിലേക്കുമാണ് പണം പോയത്. കൗശൽ ഷാ നേപ്പാളിൽ ഒളിവിലാണ്. ഇയാളുടെ 3 കൂട്ടാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാധാകൃഷ്ണന് സമാനമായി നിരവധി പേരാണ് കൗശൽ ഷായുടെ തട്ടിപ്പിനിരയായത്. എന്നാൽ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും കർഷകരുടെയും വയോധികരുമായ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉറവിടത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ലാപ്ടോപ്പിൽ സിനിമ കാണുന്നതിനിടെയാണ് കോഴിക്കോട് സ്വദേശിയായ +1 വിദ്യാർത്ഥിയുടെ ലാപ്ടോപ്പിലേക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പേരിൽ വ്യാജ സന്ദേശം എത്തിയത്. നിങ്ങൾ നിയമവിരുദ്ധമായ വെബ്സൈറ്റാണ് കാണുന്നത്, അതിനാൽ 33,900 രൂപ പിഴയായി ഉടൻ ഒടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് സന്ദേശത്തിൽ പറഞ്ഞു. സന്ദേശം കണ്ട് ഭയചകിതനായ വിദ്യാർത്ഥി മുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയെങ്കിലും VPN സൈറ്റുകളിൽ നിന്നാണ് സന്ദേശം എത്തിയെന്ന് കണ്ടെത്തി. എന്നാൽ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. നിരവധി പേരാണ് സമാനമായ രീതിയിൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് കൊച്ചി കടമക്കുടി സ്വദേശിയായ നിജോയും ഭാര്യ ശില്പയും 2 മക്കളെ വകവരുത്തി ജീവനൊടുക്കിയത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ശില്പ ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് പണം കടമെടുത്തിരുന്നു. ഇതിന്റെ കുടിശ്ശികയായി 9,300 രൂപ ഉടൻ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി നിജോയുടെ ബന്ധുവിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് സന്ദേശമെത്തി. ലോൺ സ്റ്റേറ്റ്മെന്റിനൊപ്പം ശില്പയുടെ മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങളും സന്ദേശത്തിലുണ്ടായിരുന്നു. ഈ സന്ദേശം കണ്ടതോടെ ജീവിതമൊടുക്കാൻ ഈ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിൽ നിരവധി ലോൺ ആപ്പുകളെ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യാൻ പോലീസ് ശ്രമം നടത്തി. എങ്കിലും ഇപ്പോഴും ലോൺ ആപ്പുകളുടെ ഭീഷണി നിർബാധം തുടരുകയാണ്. ആരുടെ രൂപത്തിലും ആരെയും പുനഃസൃഷ്ടിക്കാം. അക്ഷരാർത്ഥത്തിൽ ഡീപ്ഫേക്ക് സാങ്കേതിക വിദ്യയുടെ ഞെട്ടിക്കുന്ന ഭീഷണിയിലാണ് 2023 അവസാനിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബോളിവുഡ് താരം കാജോളിന്റെ വസ്ത്രം മാറുന്ന തരത്തിലുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടി. എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇത് ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചെടുത്ത ഒരു വീഡിയോ ആണെന്ന് മനസ്സിലായത്. തൊട്ടു പിന്നാലെ നടി രശ്മിക മന്ദാനയുടെയും ഇത്തരത്തിലുള്ള ഒരു ചിത്രം പുറത്തിറങ്ങി. വിശദമായ പരിശോധനയിൽ ഇതും ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ എന്ന് മനസ്സിലായി. തുടർന്ന് ബോളിവുഡ് താരങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് ഡീപ് ഫേക്കിനെതിരെ രംഗത്തെത്തിയത്. ഡീപ് ഫേക്കിലൂടെ വീഡിയോ മാത്രമല്ല ചിത്രങ്ങളും ശബ്ദങ്ങളുമൊക്കെ അതേ രീതിയിൽ പുനഃസൃഷ്ടിക്കാമെന്നതാണ് ഏറെ അപകടം. ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യ വ്യക്തികളുടെ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലുമൊക്കെ വലിയ ഭീഷണിയെന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ
ഡീപ് ഫേക്കിനെതിരെ കൃത്യമായ നിയമനിർമ്മാണം ആവശ്യമെന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കാക്കിക്ക് കരുത്തു ചോരുന്നോ എന്ന ചോദ്യം ബാക്കി നിർത്തിയാണ് 2023 വിട പറയുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ പോലീസുകാർ ജീവനൊടുക്കിയതിൻ്റെ കാരണം ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ ശകാരവുമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ മാത്രം 70-ലധികം പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക്. ഇതിന് പുറമെ കാക്കിക്ക് മേൽ കളങ്കം ചാർത്തിയ നിരവധി സംഭവങ്ങളുമുണ്ട്. മാമ്പഴ മോഷണം, കൈക്കൂലി കേസ്, കസ്റ്റഡി മരണം തുടങ്ങി പോലീസുകാർ തലകുനിച്ച വർഷമായിരുന്നു ഇത്. പഴവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പോലീസിനെ വാർത്തയിൽ നിറച്ച 2 സംഭവങ്ങൾ 2023 കടന്നു പോകുമ്പോൾ സേന സഞ്ചരിച്ച വഴിയുടെ ചില സൂചനകൾ കൂടി ആകുന്നു അത്. ഒന്ന്, പോലീസ് സേനയെ ആകെ നാണം കെടുത്തിയ പോലീസുകാരൻ്റെ മാമ്പഴ മോഷണം. മറ്റൊന്ന്, തൊഴിൽ ഭാരം സഹിക്കവയ്യാതെ VRSന് പോലും കാത്തു നിൽക്കാതെ ന്യൂസിലാൻഡിൽ പഴവർഗ്ഗങ്ങൾ പാക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ചേക്കേറിയ തിരുവനന്തപുരം സിറ്റി ട്രാഫിക്കിലെ പോലീസുകാരൻ. ക്രിമിനൽ പശ്ചാത്തലത്തിൻ്റെ പേരിൽ സേനയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരും ജോലിഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരും. പോലീസിലെ ക്രിമിനലുകളും നിഷ്കളങ്കരും നിസ്സഹായരും തമ്മിലുള്ള അകലം കാണിച്ചു തന്ന വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. മണൽ മാഫിയ ബന്ധം, പോക്സോ കേസ്, വയോധികയ്ക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ഉൾപ്പെടെ ലൈംഗിക പീഡന കേസുകൾ, ഗുണ്ടാബന്ധം തുടങ്ങി ഒട്ടനവധി സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ 15 പേരെ ഇക്കൊല്ലം മാത്രം പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടപ്പെട്ടതിൽ 3 CIമാരുമുണ്ട്. ഗുണ്ടാബന്ധത്തിൻ്റെ പേരിൽ ഒരു DYSP സസ്പെൻഷനിലായി. മകളുടെ ബർത്ത്ഡേ പാർട്ടി ഗുണ്ടകളുടെ ചെലവിൽ ആഡംബര ഹോട്ടലിൽ നടത്തിയെന്നാണ് കണ്ടെത്തിയത്. ഒരേ താവളത്തിൽ സ്ഥിരമായി ഗുണ്ടകൾക്കൊപ്പം മദ്യപിച്ച് നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് പുറത്തു സഞ്ചരിച്ച പോലീസുകാർക്കും പണിപോയ വർഷമാണ്. ഏറ്റവും കൂടുതൽ പോലീസുകാർ പിരിച്ചുവിടപ്പെട്ട വർഷം കൂടിയാണ് 2023. പോലീസ് ആസ്ഥാനം സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കിയ 90 പേരുടെ പട്ടികയിൽ നിന്ന് പിരിച്ചുവിടൽ നടക്കുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എന്ന് കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവിമാർ നൽകിയ 58 പേരുടെ മറ്റൊരു പട്ടികയുമുണ്ട്. ഈ പട്ടികയിൽ നിന്നും പിരിച്ചുവിടൽ നടക്കുന്നുണ്ട്. പിരിച്ചുവിടപ്പെട്ടതിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ യുവാവിനെ ലൈംഗികമായി പീഡിപ്പിച്ച ഉദ്യോഗസ്ഥനുമുണ്ട്. ഇതിനൊരു മറുവശവും ഉണ്ട്. കഠിനമായ ജോലിഭാരം മൂലം ജീവനൊടുക്കുകയോ തൊഴിൽ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യുന്ന പോലീസുകാർ. പ്രതിപക്ഷം ശരാശരി 15 പോലീസുകാരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന നാടായി കേരളം മാറി. 2019 18 പേർ, 20 10 പേർ, 21 8 പേർ, 22 20 പേർ, 23 13 പേർ. 2023 ഒക്ടോബറിൽ മാത്രം 3 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു. എല്ലാവരുടെയും കാര്യം ശരിയാക്കാൻ ഓടി നടക്കുന്ന പോലീസുകാരൻ്റെ ഗതികേടിൻ്റെ കണക്ക് കൂടിയാണ് ഈ ആത്മഹത്യാ നിരക്ക് ചൂണ്ടിക്കാട്ടുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുന്നുള്ള സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും പിന്തുടരുന്നത്. എന്നാൽ ചെയ്യേണ്ട ജോലികളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയും ചെയ്തു. ജോലിഭാരത്തിന് പുറമെ മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം കൂടിയാകുമ്പോൾ ആകെ തകർന്നു പോകുന്ന പോലീസുകാർ. ഇതിനു പുറമെ സാമ്പത്തിക ബാധ്യതയും രോഗവും അലട്ടുന്നവരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. VRSനുള്ള 800-ലധികം അപേക്ഷകൾ ഇപ്പോൾ തന്നെ പരിഗണന കാത്തുകിടക്കുകയാണ്. കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി ഇത്തരം അപേക്ഷകളിൽ വേഗത്തിലുള്ള നടപടിയെടുക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് VRSന് പോലും കാത്തുനിൽക്കാതെ പോലീസുകാർ ലീവെടുത്ത് അന്യനാടുകളിലേക്ക് ജോലി തേടി പോകുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് ന്യൂസിലാൻഡിൽ പഴവർഗ്ഗങ്ങൾ പാക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ജോലി തേടിപ്പോയ തിരുവനന്തപുരത്തെ പോലീസുകാരൻ. അമിത സമ്മർദ്ദവും ജോലിഭാരവും കുറയ്ക്കുന്നതിനുള്ള പരിഹാരക്രിയകളും ഇക്കൊല്ലം തന്നെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി കൗൺസലിംഗ് നൽകണമെന്നതാണ് പ്രധാന നിർദ്ദേശം. കുടുംബാംഗങ്ങളുടെ ജന്മദിനം, വിവാഹാവശ്യങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ അവധി അനുവദിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യോഗ ചെയ്യണമെന്ന നിർദ്ദേശവുമുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനും മേലുദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശവും നൽകി. പോലീസിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണം കുറഞ്ഞതും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കിട്ടുന്നതുമായ 2024 നമുക്ക് ലഭിക്കുമോ? ഇക്കാര്യങ്ങളിൽ ദിശ തെറ്റാതെ ആഭ്യന്തര വകുപ്പ് സഞ്ചരിച്ചാൽ പ്രതീക്ഷ സാധ്യമാവുക തന്നെ ചെയ്യും. രണ്ടായിരത്തി 2023 കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ചരിത്രത്തിൽ
സമാനതകളില്ലാത്ത നിരവധി കേസുകൾ ഇനിയും ബാക്കിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസും കൊട്ടാരക്കരയിലെ ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊന്നതും മുതൽ പെറ്റമ്മ കുട്ടികളെ കിണറ്റിലെറിഞ്ഞ് കൊന്ന ഒന്നിലധികം കേസുകൾ വരെ. മലപ്പുറം തിരൂരിലെ ഹോട്ടൽ ഉടമ സിദ്ദിഖിനെ ക്രൂരമായി കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചുരത്തിൽ തള്ളിയതും സമാനതകളില്ലാത്ത സംഭവമായിരുന്നു. കോടഞ്ചേരിയിൽ നിതിൻ എന്ന യുവാവിനെ കൊന്നത് ഒരു യുവതിയെ ഫോണിൽ വിളിച്ചതിൻ്റെ പേരിലാണ്. വിദേശികൾക്ക് നേരെയുള്ള അതിക്രമത്തിനും കുറവില്ല. കൊല്ലത്തും വർക്കലയിലുമൊക്കെ വിദേശ വനിതകൾ പീഡിപ്പിക്കപ്പെട്ടെന്ന പരാതിയും ഉയർന്നു. ഏറ്റവും ഒടുവിൽ നവംബറിൽ കൊല്ലത്ത് ഇസ്രായേൽ യുവതിയെ ഭർത്താവ് കഴുത്തറുത്ത് കൊന്ന സംഭവം. ഒന്ന് പറയട്ടെ, നമ്മുടെ നാടിന് ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്നത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് യഥേഷ്ടം കടത്തിക്കൊണ്ടുവരുന്ന രാസലഹരിയിൽ മയങ്ങുന്ന യുവത്വങ്ങൾ കുറ്റകൃത്യങ്ങളുടെ തോതും കുത്തനെ ഉയർത്തുകയാണ്. നിയമ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് പരിഹാരമാകൂ. പുതുവർഷം പ്രതീക്ഷ നിറഞ്ഞതാകട്ടെ. നമസ്കാരം. നടത്തുന്നത്